നമസ്കാരം. പ്രധാന വാർത്തകൾ. എല്ലാ വർഗീയതയെയും കേരളത്തിൽ ശക്തിപ്പെടുത്താനുള്ള ശ്രമമാണ് കോൺഗ്രസ് നടത്തുന്നതെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ. സാമൂഹിക അന്തരീക്ഷം തകർക്കാനും ഇടതു സർക്കാരിന്റെ ഭരണ തുടർച്ച ഒഴിവാക്കുകയുമാണ് ഇതിന്റെ ലക്ഷ്യമെന്നും A. വിജയരാഘവൻ. +1 വിദ്യാർത്ഥിനിയെ ഹോസ്റ്റൽ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ഒറ്റപ്പാലം വരോട് സ്വദേശിനി രുദ്ര രാജേഷാണ് മരിച്ചത്. കല്ലേക്കാട് വ്യാസ വിദ്യാപീഠം സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്നു. സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് ബന്ധുക്കൾ രംഗത്ത്. പട്ടാമ്പി ശങ്കരമംഗലത്ത് വാഹനാപകടം. KSRTC ബസ് ബൈക്കിലിടിച്ച ബൈക്ക് യാത്രികൻ മരിച്ചു. ഒപ്പം മണ്ണേങ്ങോട് സ്വദേശി മുഹമ്മദ് റാഫിയാണ് മരിച്ചത്. വാണിയംകുളം കോതകുർശി റോഡിന്റെ നവീകരണം പൂർത്തിയാക്കാത്തതിൽ പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് വഴിതടയൽ സമരം നടത്തി. റോഡിന്റെ നവീകരണം ആരംഭിച്ചത് 2018. കോഴിക്കച്ചവട ലോബിയുടെ കൃത്രിമ വിലക്കയറ്റം കാരണം ഹോട്ടൽ മേഖല പ്രതിസന്ധിയിലെന്ന കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ. വിലക്കയറ്റം നിയന്ത്രിക്കാൻ സർക്കാരും രാഷ്ട്രീയ കക്ഷികളും ഇടപെടണമെന്നും അസോസിയേഷൻ നേതാക്കൾ. സമുദായങ്ങൾ തമ്മിലെ ഐക്യം സ്വാഗതാർഹമെന്ന് MES പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ. മുഖ്യമന്ത്രിയെ സമുദായ സംഘടനകൾ തീരുമാനിക്കേണ്ടെന്നും ഫസൽ ഗഫൂർ. വിശദമായ വാർത്തകൾ നോക്കാം. എല്ലാ വർഗീയതയെയും കേരളത്തിൽ ശക്തിപ്പെടുത്താനുള്ള ശ്രമമാണ് കോൺഗ്രസ് നടത്തുന്നതെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ. ഇതിലൂടെ സാമൂഹിക അന്തരീക്ഷം തകർക്കുകയും പിണറായി സർക്കാരിൻ്റെ തുടർച്ച ഉണ്ടാവുന്നത് ഒഴിവാക്കുകയുമാണ് ലക്ഷ്യമിടുന്നതെന്നും A. വിജയരാഘവൻ ആരോപിച്ചു. പട്ടാമ്പിയിൽ CPMന്റെ ഗൃഹസമ്പർക്ക പരിപാടിക്കിടെയായിരുന്നു A. വിജയരാഘവന്റെ പ്രതികരണം. വർഗീയ ശക്തികളെ അധികാരത്തിലെത്തിക്കാനുള്ള ശ്രമമാണ് കോർപ്പറേറ്റ് മുതലാളിത്തം നടത്തുന്നത്. ഇത് കേരളത്തെ ഇരുട്ടിലേക്ക് നയിക്കും. ഇതിനെതിരെ ജനങ്ങൾക്കുള്ള ജാഗ്രതയാണ് CPMന്റെ കരുത്ത്. ഇടതുപക്ഷത്തെ മായ്ച്ചുകളയാനുള്ള ശ്രമങ്ങളാണ് UDFും BJPയും നടത്തുന്നത്. ഈ തിരിച്ചറിവ് മലയാളിക്കുണ്ടെന്ന് ഗൃഹസന്ദർശന പരിപാടിയിലൂടെ വ്യക്തമാവുന്നുണ്ടെന്നും A. വിജയരാഘവൻ സൂചിപ്പിച്ചു. ഈ മാസം 15-ാം തീയതി മുതൽ 22-ാം തീയതി വരെ എല്ലാ പാർട്ടി സഖാക്കളും കേരളത്തിലെ എല്ലാ വീടുകളിലും ചെന്നെത്താൻ വേണ്ടിയുള്ളൊരു പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പാർട്ടി എന്ന നിലയിൽ CPIM ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന രാഷ്ട്രീയ നിലപാടുകളുടെ സ്വീകാര്യത വർദ്ധിപ്പിക്കുക, നമ്മുടെ ഗവൺമെന്റ് നടത്തുന്ന നല്ല പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ആശയവിനിമയം നടത്തുക, പാർട്ടിയെയും ഗവൺമെന്റിനെയും കുറിച്ച് ജനങ്ങൾക്കുള്ള പൊതു അഭിപ്രായ പ്രകടനങ്ങൾ കേൾക്കുക. ആ നിലയിൽ പാർട്ടിയുടെ ജനകീയത വർദ്ധിപ്പിക്കുന്ന ഒരു പ്രവർത്തന പരിപാടിയാണ് നമ്മൾ ആസൂത്രണം ചെയ്തത്. അതിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ അങ്ങോളം പാർട്ടിയുടെ സ്ക്വാഡുകൾ ഇപ്പോൾ വീടുകൾ കയറി ആശയവിനിമയം നടത്തുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ എല്ലാവരും വന്നിരിക്കുന്നത്. ഇന്ന് ഈ പരിപാടി അവസാനിക്കും. കേരളത്തിലെ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് നല്ല സ്വീകരണമാണ് പാർട്ടിയുടെ ഈ തുറന്ന സമീപനത്തിന് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. കേരളം ഒരിക്കലും ഒരു മതവർഗീയ ശക്തികളുടെ നേതൃത്വത്തിലേക്ക് ആളുകളെ ഭിന്നിപ്പിക്കുന്ന രാഷ്ട്രീയ ഘടനയ്ക്കൊപ്പം നിൽക്കില്ല എന്ന് ഉറപ്പാക്കുന്ന തരത്തിലുള്ള സ്വീകരണങ്ങളാണ് ഈ സഖാക്കൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തെ വർഗീയവൽക്കരിക്കുക എന്നുള്ളത് ഇന്ത്യയാകെ വർഗീയവൽക്കരിക്കാൻ ഹിന്ദു തീവ്രവാദ ശക്തികൾ ശ്രമിക്കുന്ന ഒരു സന്ദർഭത്തിൽ അതിന്റെ പുറത്താണ് കേരളം. മതന്യൂനപക്ഷത്തിന് വലിയ പരിരക്ഷ നൽകുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പോൾ കേരളത്തെ കൂടി വർഗീയവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തീവ്ര ഹിന്ദുത്വ ശക്തികൾ കേന്ദ്ര ഗവൺമെന്റിന്റെ പിൻബലത്തോടു കൂടി വലിയ പരിശ്രമം നടത്തുന്നുണ്ട്. ഈ അവസരത്തിൽ തന്നെ കേരളത്തെ പൂർണ്ണ വർഗീയതയിലേക്ക് എത്തിക്കാൻ ന്യൂനപക്ഷ വർഗീയ ശക്തിയോടും വലിയ പരിശ്രമം നടത്തുന്നുണ്ട്. ഈ രണ്ടിന്റെയും ഗുണഭോക്താവാനാണ് കോൺഗ്രസ് പരിശ്രമിക്കുന്നത്. കേരളത്തിലെ പ്രതിപക്ഷം ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും ഹീനമായ ഒരു രാഷ്ട്രീയ കളിക്കാണ് നേതൃത്വം നൽകുന്നത്. LDF സർക്കാരിന്റെ നേട്ടങ്ങൾ ജനങ്ങൾക്കിടയിലുണ്ട്. കേരളത്തിന്റെ വളർച്ചയാണ് ലക്ഷ്യം. ഇടതുപക്ഷത്തിന്റെ തുടർഭരണത്തിനേക്കാൾ കേരളത്തിന്റെ സാമൂഹ്യ മുന്നേറ്റത്തിന്റെ തുടർച്ചയാണ് ലക്ഷ്യമെന്നും A. വിജയരാഘവൻ സൂചിപ്പിച്ചു. ഈ തീവ്ര വർഗീയവൽക്കരണത്തെ എല്ലാ വർഗീയ ശക്തികളും ഒരുമിച്ച് കേരളത്തിന്റെ മതനിരപേക്ഷ മൂല്യബോധത്തെ തകർക്കാൻ നടത്തുന്ന പരിശ്രമങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾക്കുള്ള ഒരു ജാഗ്രതയുണ്ട്. ആ ജനങ്ങൾക്കുള്ള ജാഗ്രതയാണ് CPIMനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ കരുത്ത്. ഈ വലിയൊരു പ്രസ്ഥാനമാണിത്. ഇന്ന് ഈ കാണുന്ന കേരളം സൃഷ്ടിച്ചെടുക്കുന്നതിൽ ഏറ്റവും വലിയ ത്യാഗനിർഭരമായ പങ്കുവഹിച്ച പ്രസ്ഥാനമാണ് ഇടതുപക്ഷം. കേരളത്തിലെ മതനിരപേക്ഷതയും കേരളത്തിന്റെ സാമൂഹ്യ സാമ്പത്തിക ജീവിത മേഖലകളിലെ വലിയ പുരോഗതിയും സൃഷ്ടിച്ചെടുക്കാൻ വലിയ പങ്കുവഹിച്ച പ്രസ്ഥാനമാണ് ഇടതുപക്ഷം. ഇടതുപക്ഷത്തെ മായ്ച്ചു കളയാൻ ഏറ്റവും മോശപ്പെട്ട ഹീനമായ രാഷ്ട്രീയ തന്ത്രങ്ങൾ കേരളത്തിലെ UDF സ്വീകരിക്കുന്നുണ്ട്, കേന്ദ്ര BJP സ്വീകരിക്കുന്നുണ്ട് എന്ന തിരിച്ചറിവ് മലയാളിക്കുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് CPIMന്റെ സംസ്ഥാന കമ്മിറ്റി തീരുമാനമനുസരിച്ച്
ഇപ്പൊ നടത്തുന്ന ഈ ഗൃഹസമ്പർക്ക പരിപാടികൾ ഈ കേരളത്തിന്റെ പുരോഗമന മതനിരപേക്ഷ മനസ്സിൽ ഇരുട്ട് കയറ്റാം എന്ന് കരുതുന്ന ശക്തികൾക്കൊപ്പമല്ല കേരളം നിൽക്കാൻ പോകുന്നത് എന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ബോധ്യപ്പെടുത്തും എന്നുകൂടി മനസ്സിലാക്കാൻ കിട്ടിയ ഒരവസരം കൂടിയാണ്. പട്ടാമ്പി മണ്ഡലത്തിലെ പ്രദേശങ്ങളിലെ വീടുകളിലായിരുന്നു സന്ദർശനം. CPM ജില്ലാ കമ്മിറ്റി അംഗം NP വിനയകുമാർ, AV സുരേഷ്, KC ഷാജി, AM നാരായണൻ, MR ജയശങ്കർ ഉൾപ്പെടെയുള്ള നേതാക്കളും ഗൃഹസന്ദർശനത്തിൽ പങ്കെടുത്തു. പാലക്കാട് കല്ലേക്കാട് വ്യാസ വിദ്യാപീഠം സ്കൂളിലെ +1 വിദ്യാർത്ഥിനിയെ ഹോസ്റ്റൽ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ഒറ്റപ്പാലം വരോട് സ്വദേശികളായ ശ്രീജയുടെയും രാജേഷിൻ്റെയും മകളായ രുദ്ര രാജേഷാണ് മരിച്ചത്. ബുധനാഴ്ച രാത്രി 9 മണിയോടെ പെൺകുട്ടികളുടെ ഹോസ്റ്റൽ മുറിയിലാണ് രുദ്രയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വരോട് സ്വദേശികളായ രാജേഷിന്റെയും ശ്രീജയുടെയും മകളാണ് 16-കാരിയായ രുദ്ര രാജേഷ്. സംഭവത്തിൽ ടൗൺ നോർത്ത് പോലീസ് കേസെടുത്തു. അതേസമയം സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് ബന്ധുക്കൾ രംഗത്ത് വന്നു. പട്ടാമ്പി ശങ്കരമംഗലത്ത് KSRTC ബസ് ബൈക്കിലിടിച്ച അപകടം, യുവാവും മരിച്ചു. കുപ്പം മണ്ണേങ്കോട് സ്വദേശി വാൽപ്പള്ളിയാലിൽ മുഹമ്മദ് റാഫിയാണ് മരിച്ചത്. 33 വയസ്സായിരുന്നു. പട്ടാമ്പി ശങ്കരമംഗലം LP സ്കൂളിന് സമീപം വ്യാഴാഴ്ച 3 മണിയോടെയാണ് അപകടമുണ്ടായത്. പട്ടാമ്പി ഭാഗത്തു നിന്നും പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് പോകുകയായിരുന്ന KSRTC ബസ്സും എതിരെ വന്ന ബൈക്കും കൂട്ടിയിടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ബൈക്കിലുണ്ടായിരുന്ന മുഹമ്മദ് റാഫിയെ ഉടൻ പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല. കൊപ്പത്ത് മത്സ്യമാർക്കറ്റിലെ തൊഴിലാളിയാണ് മരിച്ച മുഹമ്മദ് റാഫി. പട്ടാമ്പി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. വീടിൻ്റെ സിറ്റൗട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്ന പെൺകുട്ടിയെ തെരുവുനായ ആക്രമിച്ചു. മണ്ണാർക്കാട് തെങ്കര തത്തേങ്കലത്താണ് സംഭവം. തെങ്കര തത്തേങ്കലം കൽക്കട്ടിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന പാലക്കപ്പറമ്പിൽ അബ്ദുൾ സലാമിൻ്റെ മകൾ 15-കാരിയായ നിരയ്ക്കാണ് തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. വ്യാഴാഴ്ച രാവിലെയാണ് സംഭവം. ഇടതുകൈയിൽ ആഴത്തിൽ മുറിവേറ്റ പെൺകുട്ടി മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. പ്രദേശത്ത് തെരുവുനായ ശല്യം രൂക്ഷമാണെന്ന് പഞ്ചായത്ത് അംഗം ബിനീഷ് പറഞ്ഞു. തെങ്കര ഗ്രാമപഞ്ചായത്തിലെ തത്തേങ്കലം 1-ാം വാർഡിൽ കൽക്കടി പ്രദേശത്ത് നിത എന്ന് പറയുന്ന ഒരു 8-ാം ക്ലാസ്സുകാരിയെ തെരുവുനായ ഇന്ന് രാവിലെ 8 മണിക്ക് അവരുടെ വീട്ടിൽ സ്കൂളിൽ പോകുന്നതിന് വേണ്ടി റെഡിയായിരിക്കുന്ന ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സിറ്റ് ഔട്ടിലേക്ക് ഓടി വന്ന് ആക്രമിക്കുന്ന സ്ഥിതിയുണ്ടായി. ആ കുട്ടിയുടെ കൈത്തണ്ടയ്ക്ക് വലിയ ആഴത്തിലുള്ള മുറിവാണ് ഏറ്റിട്ടുള്ളത്. തെരുവുനായ ശല്യം അതിരൂക്ഷമായ പഞ്ചായത്തിലാകെ ഇതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിനൊക്കെ കഴിഞ്ഞ ഞങ്ങളുടെ പഞ്ചായത്ത് മീറ്റിങ്ങിലും ഇതിനെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തതാണ്. പക്ഷേ നമ്മുടെ കേന്ദ്ര നിയമങ്ങളും പല പ്രശ്നങ്ങളും ഇതിന് നിയന്ത്രണത്തിനൊക്കെ വലിയ തടസ്സങ്ങളുണ്ട്. എന്നിരുന്നാലും നമ്മുടെ ഹൈക്കോടതി, ബഹുമാനപ്പെട്ട ഹൈക്കോടതി, സുപ്രീം കോടതിയൊക്കെ ഇതിലെ പറഞ്ഞ പരാമർശങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിനെന്തെങ്കിലും ഒരു പ്രതിവിധി കാണുകയല്ലാതെ വേറെ രക്ഷയില്ല. പൊതുജനങ്ങൾക്കും മറ്റ് വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ അവിടെയൊക്കെ രാവിലെ ഈ മദ്രസയിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ എൻ്റെ ആ വാർഡിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അത് കുട്ടികളൊക്കെ അതിരാവിലെ 6 മണിക്കൊക്കെ 6-6:30 ഉള്ളിലൊക്കെ മദ്രസയിലെത്തേണ്ട കുട്ടികളാണ്. അവരൊക്കെ 6:15, 6:20 ആകുമ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങും. ഈ സ്ഥിതി തുടർന്നും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് ഇതിനെ ഒരു ശാശ്വതമായ ഒരു പരിഹാരം കാണേണ്ടതുണ്ട്. വാണിയംകുളം കോതകുറിശി റോഡിൻ്റെ നവീകരണ പ്രവൃത്തികൾ പൂർത്തിയാക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് അനങ്ങനടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വഴിതടയൽ സമരം നടത്തി. KPCC സെക്രട്ടറി C ചന്ദ്രൻ സമരം ഉദ്ഘാടനം ചെയ്തു. 2018 നവീകരണ പ്രവൃത്തികൾ ആരംഭിച്ച വാണിയംകുളം കോതകുറിശി റോഡിന്റെ പ്രവൃത്തികൾ പൂർത്തിയാകാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് അനങ്ങനടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വഴിതടയൽ സമരം സംഘടിപ്പിച്ചത്. KPCC സെക്രട്ടറി C ചന്ദ്രൻ വഴിതടയൽ സമരം ഉദ്ഘാടനം ചെയ്തു. രണ്ടാം പിണറായി സർക്കാർ അധികാരം വിട്ടൊഴിയുന്ന നാൾ വരെ ഇനി അധികാരം വിട്ടൊഴിയാൻ 1-2 മാസങ്ങൾ മാത്രം മതി. ആ കാലയളവിലായി കഴിഞ്ഞ 5-6 വർഷങ്ങളായി ഈ റോഡിൻ്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി ഗതാഗത യോഗ്യമാക്കാൻ ഒരു ഗവൺമെൻറ്റിന് കഴിയുന്നില്ല എന്ന നാണംകെട്ട നടപടിക്കെതിരായാണ് യൂത്ത് കോൺഗ്രസ് ഈ സമരവുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. സ്വാഭാവികമായും നാട്ടിലെ ജനങ്ങളുടെ അടിയന്തര ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി അവരുടെ യാത്രാ സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള
ന്യായമായ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ ഭാഗമായാണ് ഈ സമരം യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ റോഡിൻ്റെ സ്ഥിതി എല്ലാവരും പറഞ്ഞത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. ഒരു ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് നാട്ടിലെ ജനങ്ങളുടെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. മണ്ഡലം പ്രസിഡന്റ് സൽമാൻ നൌഫൽ അധ്യക്ഷനായി. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് അഷ്റഫ് കാരുകുളം, യൂത്ത് കോൺഗ്രസ് ഷൊർണൂർ നിയോജക മണ്ഡലം സെക്രട്ടറി നവദാസ് പാലഞ്ചേരി, പഞ്ചായത്ത് മെമ്പർ ടി.പി. അബു സാലിഹ്, രാജു ഗാന്ധിനഗർ, വി.കെ. മുനീർ, ആഷിഖ് നാലകത്ത, മുഹമ്മദ് വാപ്പു തുടങ്ങിയവർ സംസാരിച്ചു. കോഴിക്കച്ചവട ലോബിയുടെ കൃത്രിമ വിലക്കയറ്റം കാരണം ഹോട്ടൽ മേഖല പ്രതിസന്ധിയിലാണെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ. വിലക്കയറ്റം നിയന്ത്രിക്കാൻ രാഷ്ട്രീയ കക്ഷികളും സർക്കാരും ഇടപെടണമെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ പെരിന്തൽമണ്ണ ഘടകം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കോഴിക്കച്ചവട ലോബിയുടെ കൃത്രിമ വിലക്കയറ്റം മൂലം ഹോട്ടൽ മേഖല വലിയ പ്രതിസന്ധി നേരിടുകയാണെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ പെരിന്തൽമണ്ണ യൂണിറ്റ് ഭാരവാഹികൾ പറഞ്ഞു. ഹോട്ടലുകളിൽ കൂടുതലായും ചിക്കൻ വിഭവങ്ങളാണ്. ഇത് മുതലെടുത്ത് കോഴിക്ക് അടിക്കടി വില വർദ്ധിപ്പിക്കുന്ന സ്ഥിതിയാണുള്ളത്. വില വർധനവ് കാരണം ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റുകളിലും വിഭവങ്ങൾക്ക് വില കൂട്ടാൻ നിർബന്ധിതരായിരിക്കുകയാണെന്ന് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ യൂണിറ്റ് ഭാരവാഹികൾ പറഞ്ഞു. നമ്മൾ മനസ്സിലാക്കിയത് കോഴി വില ഈ തമിഴ്നാട് കേന്ദ്രീകരിച്ചുള്ള ഈ നാമക്കൽ അവിടെ കാര്യമായിട്ട് കോഴിൻ്റെ ഫാമുള്ളത് അവിടുന്ന് കാര്യമായിട്ട് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ അവിടുത്തെ ലോബി ശരിക്കും ഈ നാമക്കലിൻ്റെ ഫാമിൻ്റെ ലോബി കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്ന ഒരു വിലവർദ്ധനമാണ്. പക്ഷെ ഇത് ശരിക്കും ഇതിൻ്റെ നമ്മൾ ഇരയാവുന്നത് ശരിക്കും ഇവിടുത്തെ ഹോട്ടലുകാരാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ കോഴി ഉപയോഗിക്കുന്നത് ഹോട്ടലുകാരാണ്, സംശയമൊന്നുമില്ല. പിന്നെ ഇതായി കുറച്ച് കാറ്ററിംഗുകാരും. അപ്പോൾ ഇതിൽ നമുക്ക് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ആ ഒരു വിഷയം കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പെരിന്തൽമണ്ണയിൽ തന്നെ ഒരു ദിവസം ഒരു 10 കിലോ എടുക്കുന്ന കടക്കാരുണ്ട്. അതേസമയം 200-250 കിലോ കോഴി എടുത്ത് ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഒരു ദിവസം 10,000 ഉറുപ്പികയുടെ നഷ്ടമാണ് വരുന്നത്. ചിക്കന് ഞങ്ങൾക്ക് വില കൂടുതലാണ്, വേറെ നമുക്കില്ല. അല്ലാന്നുണ്ടെങ്കിൽ കേരള ഗവൺമെൻറ് ഞാൻ ഇതിന് ശക്തമായിട്ട് ഈ ലോബിക്കെതിരെ ശക്തമായിട്ട് ഇതിൽ ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ ഈ ഞങ്ങൾ ഏറ്റവും കൂടുതൽ തൊഴിൽ മേഖല കൊടുക്കുന്ന ഒരു ഇതാണ് ഹോട്ടൽ മേഖല. ആ മേഖലയിൽ ലക്ഷക്കണക്കിന് തൊഴിലാളികളുണ്ട്. ഈ തൊഴിലാളികളെ പ്രതിസന്ധി ആക്കുന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് കഴിയില്ല. ആ രീതിയിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പിന്നെ കേരള ഗവൺമെൻറ് പിന്നെ ഇതിന് നല്ല ഒരു തീരുമാനത്തിൽ എത്തിച്ചേരണമെന്നില്ലാണ് ഞങ്ങൾ ഹോട്ടൽ മേഖല രീതിയിൽ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. വലിയ വിലക്കയറ്റമുണ്ടായിട്ടും രാഷ്ട്രീയ കക്ഷികളോ സർക്കാരോ ഇടപെടുന്നില്ലെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. വില നിയന്ത്രിക്കാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ സമരവുമായി മുന്നോട്ട് പോകേണ്ടി വരുമെന്ന് സംഘടനാ നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. ഓരോ സാധനവും ഒരു മര്യാദ റേറ്റിന് കിട്ടുകയാണെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ. അപ്പോൾ ഇതിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് സർക്കാർ ഇതിൽ ഇടപെട്ടുകൊണ്ട് ഇതിന് തീരുമാനം ഉണ്ടാക്കണം. മറ്റൊരു വിഷയം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടി, നിങ്ങൾ രാഷ്ട്രീയ പാർട്ടി കുറ്റപ്പെടുത്തല്ലേ, പക്ഷെ പൊതുവെ എന്ത് വിഷയങ്ങൾ ഉണ്ടാകും രാഷ്ട്രീയ പാർട്ടികൾ അതിന് എതിരെ സമരം ചെയ്യാറുണ്ട്. പക്ഷെ ഇത്രയധികം വില ഇത്രയും സാധനങ്ങൾക്ക് വർദ്ധിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടി ഇതിനകത്ത് ഇടപെട്ടാണ്. അത് ശരിക്ക് ഞങ്ങളെ മാത്രം ബാധിക്കുന്നതല്ല, ഈ വിലവർദ്ധന ഇവിടുത്തെ പൊതുജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയം കൂടിയാണ്. എന്നിട്ട് പോലും ഇവരെന്താണ് ഈ ഒന്നും ഇതിനെതിരെ ഒന്നും ഒരു സമരം ചെയ്യാതെ മുന്നോട്ട് പോകണോ എന്നുള്ളതിൽ ഞങ്ങൾക്കൊന്നും പറയാൻ കഴിയുന്നില്ല. ഈ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റ് ആണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഈ വിലവർദ്ധനവിനെതിരെ ആയിട്ട് എന്തെങ്കിലും ഒരു പ്രതിഷേധം നടത്തിക്കൊണ്ട് ഞങ്ങളോട് സഹകരിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ ഈ സംസ്ഥാനം ഒരു സൗഹാർദ്ദ ഒരു സംരംഭ സംസ്ഥാനം എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. കാരണം ഗവൺമെന്റ് ഞങ്ങൾ കൂടെ അല്ലെങ്കിൽ കച്ചവടക്കാരെ കൂടെ നിന്നുകൊണ്ട് ഒരു സൗഹാർദ്ദ സംരംഭ സംസ്ഥാനം എന്നുള്ള രീതിയിൽ കൊണ്ടുവരാൻ നമുക്ക് വലിയൊരു ഉപകാരം. വാർത്താ സമ്മേളനത്തിൽ സംഘടനാ രക്ഷാധികാരി സലീം തേനാരി, പ്രസിഡന്റ് അബ്ബാസ് പട്ടിക്കാട്, സെക്രട്ടറി ബാലകൃഷ്ണൻ, ട്രഷറർ അബ്ദുറഹ്മാൻ, വർക്കിംഗ് പ്രസിഡന്റ് ഷാനവാസ്, വൈസ് പ്രസിഡന്റ് ഷിബു, മോസിൻ, ബാബു, സുരേഷ്, സുക്കൂർ എന്നിവർ പങ്കെടുത്തു. താൻ സൈബർ തട്ടിപ്പ് നടത്തിയിട്ടില്ലെന്നും തന്നെ കുടുക്കിയതാണെന്നും കേസിൽ അറസ്റ്റിലായി ജാമ്യത്തിലിറങ്ങിയ അലനല്ലൂർ യത്തീംഖാന പഞ്ചായത്ത് അംഗം മൻസൂർ പള്ളിപ്പറ്റ. താൻ വിൽപ്പന നടത്തിയ കാറിൻ്റെ വിലയാണ് തൻ്റെ അക്കൗണ്ടിലേക്ക് എത്തിയതെന്നും സെയിൽ ലെറ്റർ ഉൾപ്പെടെയുള്ള രേഖകൾ ഉണ്ടെന്നും മൻസൂർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.
സംഭവത്തെക്കുറിച്ച് മൻസൂർ പറയുന്നത് ഇങ്ങനെ: കേസിലെ പരാതിക്കാരനായ ചാലിശ്ശേരി സ്വദേശി അബ്ദുൽ ഗഫൂറും താനും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഗഫൂറും കണ്ണൂർ സ്വദേശികളായ എബിൻ മാത്യുവും സാറ മാത്യുവും തമ്മിൽ ട്രേഡിംഗ് ഇടപാട് നടത്തിയിരുന്നു. കണ്ണൂർ സ്വദേശികളുമായി താൻ നേരത്തെ വാഹന വിൽപ്പന നടത്തിയിട്ടുണ്ട്. ഗഫൂറും കണ്ണൂർ സ്വദേശികളും തമ്മിൽ നടത്തിയ ഇടപാട് എന്താണെന്ന് അറിയില്ല. കണ്ണൂർ സ്വദേശികൾ വിളിച്ച് തൻ്റെ പക്കലുള്ള കാറിൻ്റെ വിലയായി അക്കൗണ്ടിലേക്ക് 18 ലക്ഷം രൂപ വരുമെന്ന് അറിയിച്ചു. 18 ലക്ഷം രൂപ അക്കൗണ്ടിലേക്ക് വരികയും കാർ കണ്ണൂർ സ്വദേശികൾ കൊണ്ടുപോകുകയും ചെയ്തു. തൻ്റെ അക്കൗണ്ട് വിവരങ്ങൾ കണ്ണൂർ സ്വദേശികളാണ് ഗഫൂറിന് കൈമാറിയതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞ് അബ്ദുൽ ഗഫൂർ വിളിക്കുമ്പോഴാണ് തട്ടിപ്പറയുന്നത്. തന്നെ സഹായിക്കണമെന്നും 27 ലക്ഷം രൂപ കണ്ണൂർ സ്വദേശികൾ തട്ടിയെടുത്തെന്നും പറഞ്ഞാണ് ഗഫൂർ തന്നെ വിളിച്ചത്. തുടർന്ന് ഗഫൂർ സൈബർ സെല്ലിൽ നൽകിയ പരാതി ഒത്തുതീർപ്പാക്കാനാണെന്ന് പറഞ്ഞ് തന്നെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. തട്ടിപ്പ് നടത്തിയ യഥാർത്ഥ പ്രതികൾ കണ്ണൂർ സ്വദേശികളാണ്. അവർക്കെതിരെ പരാതി നൽകാൻ നാട്ടുകൽ പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ വാഹന ഇടപാട് കേസ് പെട്ടെന്നൊന്നും എടുക്കാനാവില്ലെന്ന് പറഞ്ഞ് മടക്കിവിടുകയായിരുന്നു. ഞാൻ മൻസൂർ പള്ളിപ്പറ്റ എടത്തനാട്ടുകര എത്തിയാണ് സ്വദേശിയാണ്. 21 വാർഡ് മെമ്പർ കൂടിയാണ്. ഇത് ഇലക്ഷൻ്റെ മുന്നിലൊരു പ്രശ്നമുണ്ടായതാണിത്. ഒരു വാഹന കച്ചവടമായിട്ട് അക്കൗണ്ടിൽ പേയ്മെൻറ്റുമായി വന്നൊരു വിഷുവിൻ്റെ പ്രശ്നമാണ് ഇതുവരെ എത്തിച്ചത്. അബ്ദുൽ ഗഫൂർ ചാലശ്ശേരി കൂറ്റനാടുള്ള ഒരു വ്യക്തിയുമായിട്ട് അയാളെ അക്കൗണ്ടിൽ നിന്ന് എൻ്റെ അക്കൗണ്ടിലേക്ക് പേയ്മെൻറ്റ് വന്നിരിക്കുന്നത്. അത് ഫെഡറൽ ബാങ്ക് മുഖേന. ഞാൻ വാഹനം കൊടുത്തത് കണ്ണൂർ സ്വദേശികൾക്കായിരുന്നു. ഇവർക്കാണ് അക്കൗണ്ട് നമ്പർ. സമൂഹ മാധ്യമങ്ങളിൽ താൻ സൈബർ തട്ടിപ്പ് നടത്തിയെന്ന് ആരോപിച്ച് വ്യാപക പ്രചാരണം നടത്തി. ഷാഫി പറമ്പിൽ MP-യെ അപകീർത്തിപ്പെടുത്തുന്ന വിധത്തിൽ വീഡിയോ പ്രചരിപ്പിച്ചു. രേഖകൾ സഹിതം കോടതിയെ യാഥാർത്ഥ്യം ബോധിപ്പിച്ചതിനെ തുടർന്നാണ് ജാമ്യം ലഭിച്ചത്. ഇത് സാധാരണഗതിക്കൊരു സൈബർ ക്രൈം എന്ന് പറയുമ്പോൾ നമ്മുടെ നിയമവ്യവസ്ഥയിൽ വിശ്വസിക്കുന്നത് ഞാൻ അല്ലെങ്കിൽ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ വാട്സപ്പിലൂടെയോ മറ്റു സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇലക്ട്രോണിക് ഡിവൈസ് വഴി പ്രേരിപ്പിച്ച് ഒരു കുറ്റകൃത്യം സംഭവിക്കുന്നു, പൈസ നഷ്ടപ്പെടുന്നു എന്നാണ് ഈ 66D എന്ന് പറഞ്ഞ വകുപ്പിന് സാമാന്യം വരുന്നത്. പക്ഷേ അതെല്ലാം മറികടച്ചുകൊണ്ട് ഇവിടെ ഒരു രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ പേരിലും ഒരാളെ എങ്ങനെ ട്രാപ്പ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഐഡിയോളജിക്കൽ കേസായിട്ടാണ് ഇത് മാറിയിരിക്കുന്നത്. കാരണം ഇദ്ദേഹം ഈ പറയുന്ന പരാതിക്കാരൻ എന്ന വ്യക്തി ഒരു രാഷ്ട്രീയ പാർട്ടിയിലുള്ള വ്യക്തിയാണ്. ഇദ്ദേഹം രണ്ട് രാഷ്ട്രീയ പാർട്ടിയുള്ള വ്യക്തിയാണ്. ഈ പരാതിക്കാരൻ കംപ്ലൈന്റ് കൊടുക്കുന്നത് തന്നെ 4/11/2025 പോലീസിനെ സമീപിച്ച് കംപ്ലൈന്റ് ഫയൽ ചെയ്യുന്നത് തന്നെ. ആ കംപ്ലൈന്റിൽ തന്നെ പറയുന്നുണ്ട് ഇതിന്റെ യഥാർത്ഥ കാര്യങ്ങൾ. ഈ കാര്യങ്ങൾ കോടതിയെ സമീപിച്ചുകൊണ്ടാണ് നമ്മൾ ബെയിൽ അപ്ലിക്കേഷൻ സമയത്തും പറഞ്ഞതും. അതുകൊണ്ടാണ് അത് ഉത്തമമായിട്ടുള്ളൊരു ജസ്റ്റിസ് നമ്മുടെ ഭാഗത്ത് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അതിന്റെ ചുരുക്കം എന്ന് പറയുന്നത് ഈ വ്യക്തി ആദ്യമായിട്ട് ഈ അക്കൗണ്ട് നമ്പറിൽ ലഭിക്കുന്നത് എബിൻ മാത്യു, സാറ മാത്യു എന്ന വ്യക്തികളിലാണ്. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ കക്ഷി ഇതിലെ ഒരു ശരിക്കും ഒരു വിക്ടിമാണ്. വിക്ടിം എന്നുള്ള ഭാഗം ഇതിൽ ശരിക്കും ശ്രദ്ധിക്കപ്പെട്ടില്ല, അല്ലെങ്കിൽ ശരിയായ രീതിയിൽ അന്വേഷണം ആ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ള സത്യം. ഒരു കാർ കച്ചവടക്കാരന്റെ അക്കൗണ്ടിലേക്ക് പൈസ വരുന്ന സാധാരണ സൈബർ ക്രൈമിൽ നടക്കുന്ന ഒരു വസ്തുവും ഇതിൽ നടന്നിട്ടില്ല. നടക്കുന്നത് എന്താണ്? സാധാരണ നമ്മൾ പൈസ കൊടുക്കുമ്പോൾ പൈസയാണല്ലോ അവർ എടുക്കാൻ പ്രതീക്ഷിക്കുക. പക്ഷെ നേരെ മറിച്ച് ഇതിൽ സംഭവിച്ചത് കാറ് കംപ്ലൈന്റിന്റെ ഭാഗത്തുനിന്ന് പരാതിക്ക് യഥാർത്ഥ പ്രതികൾ വണ്ടി എടുത്തു കൊണ്ടുപോവുകയും അക്കൗണ്ടിലേക്ക് മറ്റൊരു വ്യക്തിയുടെ നിന്ന് പൈസ മേടിക്കുകയും ചെയ്തിട്ടുള്ള ഒരു ഐഡിയോളജിക്കൽ കേസാണ്, ഒരു ടെക്നിക്കൽ കേസാണ് ഇതിൽ സംഭവിച്ചിട്ടുള്ളത്. അതിന് ഇരയായിട്ടുള്ള ഒരു വ്യക്തി കൂടെയാണ്. 4/11 ഈ പരാതിക്കാരൻ പരാതിപ്പെടുന്ന സമയം തന്നെ എബിൻ മാത്യു, സാറ മാത്യു എന്ന വ്യക്തികളെ കുറിച്ച് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പോലീസിന് കൊടുക്കുന്നുണ്ടെങ്കിലും പോലീസ് ആ ഭാഗത്തേക്ക് അന്വേഷിക്കുന്നില്ല. നേരെ മറിച്ച് ആദ്യമായി ഈ കാര്യം ഇദ്ദേഹം അറിയുന്നത് തന്നെ ഒക്ടോബർ 2-നാണ്. ഈ ഒക്ടോബർ 2-ന് എങ്ങനെ അറിയുന്നു എന്നുള്ളതാണ് ഇതിലെ പ്രസക്തി. പരാതിപ്പെട്ട ആൾ സ്വയം അക്കൗണ്ട് ഹോൾഡറിനെ ബാങ്ക് വഴി മനസ്സിലാക്കിക്കൊണ്ട് അക്കൗണ്ട് ഹോൾഡറോട് എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞ് ആദ്യമായിട്ട് ഇങ്ങോട്ട് സംസാരിക്കുകയാണ്. സാധാരണ സൈബർ ക്രൈമിൽ സംഭവിക്കണമെന്നാണ് പ്രതി കംപ്ലൈന്റ് തന്നെ പരാതി തന്ന ആളെ ചൂഷണം ചെയ്ത് എങ്ങനെയെങ്കിലും ഇൻസ്റ്റിഗേറ്റ് ചെയ്ത് പൈസ മേടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടാണ് പൈസ മേടിക്കുന്നത്. അതാണല്ലോ ഒരു കേസ്. പക്ഷെ ഈ കേസിൽ അങ്ങനെയല്ല സംഭവിച്ചിട്ടുള്ളത്. പരാതിക്കാരൻ പ്രതി എന്ന് പറയുന്ന വ്യക്തിയെ ഇങ്ങോട്ട് വന്ന് സംസാരിച്ചിട്ട് എന്നെ സഹായിക്കണം എന്ന് പറയുകയും അതിലെന്താ പറ്റിയെന്ന് പറയുന്നത്. അപ്പോൾ അതിലൊരു ഓഡിയോ മെസ്സേജ്, ഇതെല്ലാം നമ്മൾ കോർട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്തത്. അദ്ദേഹം ആദ്യമായി അയക്കുന്ന ഓഡിയോ മെസ്സേജിന് ഒക്ടോബർ താൻ വാങ്ങിയ വാഹനത്തിന്റെ വിലയായാണ് തന്റെ അക്കൗണ്ടിൽ പണം വന്നത്. കേസ് വന്നതോടെ അക്കൗണ്ട് മരവിപ്പിച്ചു. തന്റെ അഭിമാനവും ബിസിനസ്സും തകർന്നുവെന്നും മൻസൂർ പറഞ്ഞു. അഭിഭാഷകൻ M ഷഹബാസ്, ഷംസുദ്ദീൻ കാളമഠം എന്നിവരും മൻസൂറിനൊപ്പമുണ്ടായിരുന്നു. മുണ്ടൂർ തൂത സംസ്ഥാന പാതയിലെ വിള്ളൽ കേടുപാടുകൾ പരിഹരിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. പാതയിലെ വ്യാപക വിള്ളലുകൾ ചൂണ്ടിക്കാട്ടി മലബാർ ന്യൂസ് നൽകിയ വാർത്തകൾക്ക് പിന്നാലെയാണ് നടപടി. നിർമ്മാണ പ്രവൃത്തികൾ അവസാന ഘട്ടത്തിലെത്തിയ മുണ്ടൂർ തൂത സംസ്ഥാന പാതയിൽ വ്യാപകമായി വിള്ളലുകൾ രൂപപ്പെട്ടത് ആശങ്കയായിരുന്നു.
കാറൽമണ്ണ മുതൽ തൂത വരെയുള്ള ഭാഗത്ത് 10ഓളം ഇടങ്ങളിൽ രൂപപ്പെട്ട വിള്ളലുകൾ ചൂണ്ടിക്കാട്ടി മലബാർ ന്യൂസ് കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്ത നൽകിയിരുന്നു. ഇതേ തുടർന്ന് ഒറ്റപ്പാലം സബ് കളക്ടർ അഞ്ജിത് സിംഗ്, തഹസിൽദാർ CM അബ്ദുൾ മജീദ്, P മമ്മിക്കുട്ടി MLA എന്നിവരും KSTP, വാട്ടർ അതോറിറ്റി, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ഉൾപ്പെട്ട സംഘം പരിശോധനയും നടത്തിയിരുന്നു. തുടർന്നാണ് വിള്ളൽ രൂപപ്പെട്ട ഇടങ്ങളിൽ പുനരുദ്ധാരണ പ്രവൃത്തികൾ ആരംഭിച്ചത്. കാര്യമായ വിള്ളലുകൾ രൂപപ്പെട്ട ഭാഗങ്ങളിൽ റബ്ബറൈസ് ചെയ്ത റോഡ് പൊളിച്ചു നീക്കിയാണ് പ്രശ്നം പരിഹരിക്കുന്നത്. കോടികൾ ചിലവിട്ട് നിർമ്മിക്കുന്ന റോഡ് പണി പൂർത്തിയാകും മുമ്പേ തകർന്നു തുടങ്ങിയത് പൊതുജനങ്ങളിൽ ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ട്. മലബാർ ന്യൂസ് വാർത്തയ്ക്ക് പിന്നാലെ വലിയ പ്രതിഷേധവും ഈ വിഷയത്തിൽ ഉയരുകയുണ്ടായി. ഒരു ചെറിയ ഇടവേള. വാർത്തകൾ തുടരുന്നു. എയ്ഡഡ് സ്കൂൾ നിയമനങ്ങളിൽ മാനേജർമാർ ചട്ടങ്ങൾ പാലിക്കണമെന്ന് വനിതാ കമ്മീഷൻ അംഗം VR മഹിളാമണി പറഞ്ഞു. മലപ്പുറത്ത് നടന്ന വനിതാ കമ്മീഷൻ മെഗാ അദാലത്തിൽ 10 പരാതികൾ തീർപ്പാക്കി. എയ്ഡഡ് സ്കൂളിലെ നിയമനങ്ങളിൽ മാനേജർമാർ ചട്ടങ്ങൾ പാലിക്കണമെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം VR മഹിളാമണി ആവശ്യപ്പെട്ടു. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന വനിതാ കമ്മീഷന്റെ ജില്ലാതല മെഗാ അദാലത്തിൽ പരാതികൾ പരിഗണിച്ച് സംസാരിക്കുകയായിരുന്നു അവർ. പല എയ്ഡഡ് സ്കൂളുകളിലും നിയമനം ലഭിക്കുന്ന അധ്യാപകർക്ക് തസ്തികയുമായി ബന്ധപ്പെട്ട വ്യക്തതയില്ല. ഇതിനാൽ നിയമന അംഗീകാരം ലഭിക്കാത്തത് കാരണം പിന്നീട് ജോലിയിൽ തുടരാൻ പറ്റാത്ത സാഹചര്യമുണ്ടാകുന്നു. തസ്തികകളെക്കുറിച്ച് വ്യക്തതയില്ലാത്തതും നിയമനം സുതാര്യമല്ലാത്തതുമാണ് പലപ്പോഴും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതെന്ന് കമ്മീഷൻ വിലയിരുത്തി. പലരും ജോലിയിൽ പ്രവേശിച്ച് 1 വർഷമാകുമ്പോഴോ ശമ്പളം കിട്ടാതാകുമ്പോഴോ ആണ് വിഷയങ്ങൾ അറിയുന്നത്. പരാതിക്കാരിൽ മിക്കവരും നിശ്ചിത പ്രായം പിന്നിട്ടവരായതിനാൽ പിന്നീട് PSC വഴിയും മറ്റു ജോലികളും ലഭിക്കാൻ പ്രയാസമുണ്ടാകുമെന്നും വനിതാ കമ്മീഷൻ പറഞ്ഞു. ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ട പരാതികൾ, തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്കെതിരായ അതിക്രമം തടയുന്നതിനായുള്ള ആഭ്യന്തര പരാതി പരിഹാര സംവിധാനം ഫലപ്രദമായി പ്രവർത്തിക്കാത്തത്, വിവിധ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ നേരിടുന്ന വിഷയങ്ങളും കോടതി പരിഗണിക്കേണ്ട പ്രശ്നങ്ങളും കമ്മീഷന് മുൻപാകെ ലഭിച്ചു. അദാലത്തിൽ 10 പരാതികൾ തീർപ്പാക്കി. ആകെ 42 പരാതികളാണ് പരിഗണിച്ചത്. 8 പരാതികൾ തുടർ നടപടികൾക്ക് പോലീസ് റിപ്പോർട്ടിനായി അയച്ചു. 23 പരാതികൾ അടുത്ത അദാലത്തിലേക്ക് മാറ്റി. ഒരെണ്ണം ലീഗൽ സർവീസ് അതോറിറ്റിയുടെ പരിഗണനയിലേക്കും കൈമാറി. അഡ്വക്കേറ്റ് സുഹൃത, കൗൺസിലർ ശ്രുതി നാരായണൻ തുടങ്ങിയവരും അദാലത്തിൽ പങ്കെടുത്തു. രാമഞ്ചാടി അലിഗഡ് കുടിവെള്ള പദ്ധതിയുടെ പ്രധാന പൈപ്പ് ലൈനിലെ തകരാർ പരിഹരിച്ചു. ആനമങ്ങാട് പുന്നക്കോട് ഭാഗത്ത് പൈപ്പിലെ ജോയിന്റ് വേർപെട്ടാണ് തകരാറുണ്ടായത്. തകരാർ പരിഹരിച്ച് പെരിന്തൽമണ്ണ PTM കോളേജിന് സമീപത്തെ ജലസംഭരണിയിലേക്ക് വെള്ളം എത്തിക്കുന്നത് പുനഃസ്ഥാപിച്ചു. അതേസമയം തകർന്ന റോഡ് അറ്റകുറ്റപ്പണി നടത്തി ഗതാഗത യോഗ്യമാക്കാൻ സമയമെടുക്കും. രാമഞ്ചാടി അലിഗഡ് ശുദ്ധജല വിതരണ പദ്ധതിയുടെ ചേലാമലയിലെ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൽ നിന്നും പെരിന്തൽമണ്ണയിലെ ജലസംഭരണികളിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന ഗ്രാവിറ്റി ലൈനിലെ പ്രധാന പൈപ്പ് ലൈനിൽ കഴിഞ്ഞ 15-നാണ് തകരാർ സംഭവിച്ചത്. ആനമങ്ങാട് പുന്നക്കോട് ക്ഷേത്രത്തിന് സമീപത്തെ പാലത്തോട് ചേർന്ന ഭാഗത്ത് പൈപ്പിലെ ജോയിന്റ് വേർപ്പെടുകയായിരുന്നു. 450 mm വ്യാസത്തിലുള്ള DI പൈപ്പിൻ്റെ ജോയിൻ്റാണ് വേർപെട്ടിരുന്നത്. പൈപ്പ് ലൈനിൻ്റെ വേർപെട്ട ഭാഗം ബന്ധിപ്പിക്കുന്നതിനുള്ള പ്രവൃത്തികൾ വെള്ളിയാഴ്ച തന്നെ ആരംഭിച്ചിരുന്നു. തകരാർ പരിഹരിച്ച് വെള്ളം വിട്ടതോടെ വീണ്ടും തകരാർ സംഭവിച്ചു. ഒരാഴ്ചയ്ക്ക് ശേഷം ഇപ്പോൾ വീണ്ടും തകരാർ പരിഹരിച്ചു. രാമഞ്ചാടി അലിഗഡ് കുടിവെള്ള പദ്ധതിയുടെ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന ചേലാമലയിലെ ടാങ്കിൽ നിന്നും പെരിന്തൽമണ്ണ PTM ഗവൺമെൻറ് കോളേജിന് സമീപത്തെ ജലസംഭരണിയിലേക്ക് വെള്ളം എത്തിച്ചു. തുടർന്ന് തകരാറില്ലെന്ന് ഉറപ്പുവരുത്തിയതായി ബന്ധപ്പെട്ടവർ പറഞ്ഞു. വെള്ളത്തിൻ്റെ ശക്തമായ കുത്തൊഴുക്കിൽ ഇവിടെ റോഡ് തകർന്നിട്ടുണ്ട്. ആനമങ്ങാട് മണലായ മുതുകുറിശി റോഡാണ് തകർന്നിട്ടുള്ളത്. റോഡ് ഗതാഗത യോഗ്യമാക്കാൻ സമയമെടുക്കും. സമുദായങ്ങൾ തമ്മിലെ ഐക്യം സ്വാഗതാർഹമാണെന്നും എന്നാൽ അത് മറ്റുള്ളവരെ അപരവൽക്കരിക്കാനാവരുതെന്നും MES പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ പറഞ്ഞു. മുഖ്യമന്ത്രിയെ സമുദായ സംഘടനകൾ തീരുമാനിക്കേണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മണ്ണാർക്കാട് MES HSS സിൽവർ ജൂബിലി സമാപന സമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു ഫസൽ ഗഫൂർ. സമുദായങ്ങൾ തമ്മിലെ ഐക്യത്തെ എന്തിനാണ് ഭയക്കുന്നത്? സമസ്തയും APയും EKയും മുജാഹിദുമൊക്കെ ഐക്യപ്പെടട്ടെ. മുഖ്യമന്ത്രി ആരെന്ന് കോൺഗ്രസ് തീരുമാനിക്കട്ടെ. അതിൽ സമുദായ സംഘടനകൾ ഇടപെടേണ്ട. സമുദായ സംഘടനകൾക്ക് അവരുടെ ആവശ്യം പറയാം. 30 വർഷം മുൻപ് NSSന് 22 സ്ഥാപനങ്ങളും SNDPക്ക് 14 സ്ഥാപനങ്ങളും MESന് 7 സ്ഥാപനങ്ങളുമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇരട്ടിയിലേറെ സ്ഥാപനങ്ങൾ MESനുണ്ട്. ഒന്നും ചെയ്യാതെ എല്ലാം വായിൽ വെച്ച് തരണമെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. AK ആന്റണി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ സ്വാശ്രയ സ്ഥാപനങ്ങൾ അനുവദിച്ചിരുന്നല്ലോ എന്നും ഫസൽ ഗഫൂർ പറഞ്ഞു. സിൽവർ ജൂബിലി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം.
സ്കൂൾ വാർഷികം പാലക്കാട് MP VK ശ്രീകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാഗസിന്റെ കവർ പേജ് പ്രകാശനവും മുഖ്യപ്രഭാഷണവും മണ്ണാർക്കാട് MLA N ഷംസുദ്ദീൻ നിർവഹിച്ചു. സിനിമാ താരം ഉണ്ണിരാജ ചെറുവത്തൂർ വിശിഷ്ടാതിഥിയായി. സ്കൂൾ ചെയർമാൻ ഷെറിൻ അബ്ദുള്ള അധ്യക്ഷനായി. സർവീസിൽ നിന്ന് വിരമിക്കുന്ന പ്രധാനാധ്യാപിക K ഐഷാബി, ഹയർ സെക്കൻഡറി അധ്യാപകൻ അഗസ്റ്റിൻ ജോസഫ്, സീനിയർ ഓഫീസർ ക്ലർക്ക് Y നാസിർ എന്നിവർക്ക് ചടങ്ങിൽ യാത്രയയപ്പ് നൽകി. സ്കൂൾ സെക്രട്ടറി KP അക്ബർ, MES സ്റ്റേറ്റ് സെക്രട്ടറി SMS മുജീബ് റഹ്മാൻ, MES സ്റ്റേറ്റ് സ്കൂൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VU ഹംസകോയ, പ്രധാനാധ്യാപിക K ഐഷാബി, പ്രിൻസിപ്പൽ A ഹബീബ്, PT പ്രസിഡന്റ് KP അഷ്റഫ്, ട്രഷറർ അബ്ദു കീടത്ത് തുടങ്ങിയവർ സംസാരിച്ചു. അത് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം. ഏകദേശം അവരുടെ 3 ഇരട്ടിയാണ് MESന്റെ വില. പിന്നെ ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല എന്ന് ഒരാൾ പറയുന്നുണ്ട്. ഞങ്ങൾക്ക് ഫ്രീഡത്ത് വേണ്ട കിട്ടാനായി. കാരണം എല്ലാവരും നമ്മളെ വയൽ വെച്ച് പിടിച്ചും എയ്ഡഡ് സ്ഥാപനം കിട്ടുന്ന കിട്ടാൻ. ഇവിടെ സ്വയാശ്രയ മേഖല വന്നല്ലോ. സ്വയാശ്രയ മേഖല വന്നപ്പോൾ ഈ ഏക്കാൻ ആർക്കൊക്കെ വേണം നിങ്ങൾ തുടങ്ങിക്കോന്ന് അന്നൊന്നും തുടങ്ങിയില്ലല്ലോ. അന്ന് മെഡിക്കൽ കോളേജും എഞ്ചിനീയറിംഗ് കോളേജും ഒന്നും തുടങ്ങാൻ ചെയ്യാറാവാതെ പിന്നെ എയ്ഡഡ് കോളേജുകളുടെ കണക്കും കൂടെ ഫ്രീഡം അല്ല ഞാനും ഒരു പ്രവൃത്തി കൊണ്ട് നായരെ കൂട്ടിക്കും. അതായത് ഞാൻ ലുക്കിലേതായാണ്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് ഇത് ഈ കണക്ക് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കും. NSSന് 22 കോളേജാണ്. MP ഒന്ന് ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞു SNDPക്ക് 14ആണ്, MES 7 ഉള്ളൂ. ആ 7 MES കഴിഞ്ഞ 30 കൊല്ലം കൊണ്ട് എവിടെ എത്തിയെന്ന് നോക്കാൻ മതി. 7 കോളേജും 6 സ്കൂളും മാത്രമുള്ള MESും ഇവരായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ പിന്നെ ഞങ്ങൾക്ക് ആ ജില്ലയിൽ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ കോട്ടയത്തും ആലപ്പുഴയിലും ഒന്നും മുസ്ലിമുകളൊന്നും ഉണ്ടാവില്ലെന്ന് അവരോട് ഉണ്ടായിട്ടുണ്ട്. പിടിയില്ല. അപ്പൊ അവരുടെ സ്ഥാപനമില്ല. തുതയിൽ പുതിയ പാലത്തിന്റെ ഗർഡറുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തികൾ പൂർത്തിയായി. പുഴയുടെ ഇരുവശത്തും പാലം ബന്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കോൺക്രീറ്റ് പ്രവൃത്തികളാണ് ഇപ്പോൾ നടക്കുന്നത്. ഗർഡറുകൾ സ്ഥാപിച്ചതോടെ പാലം നിർമ്മാണത്തിലെ പ്രധാന ഘട്ടം പൂർത്തിയായി എന്ന് പറയാം. 10 മീറ്റർ വീതിയും 140 മീറ്റർ നീളവും ഉണ്ടാകും തുതയിൽ പുതിയ പാലത്തിന്. 6 തൂണുകളുള്ള പാലത്തിൽ 18 വലിയ ഗർഡറുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തിയാണ് കഴിഞ്ഞ ദിവസം പൂർത്തിയായത്. നേരത്തെ തയ്യാറാക്കിയ ഗർഡറുകൾ ക്രെയിൻ ഉപയോഗിച്ചാണ് തൂണുകളിൽ സ്ഥാപിച്ചത്. ഏറെ ശ്രമകരമായ ഈ ജോലി പൂർത്തിയായതോടെ പാലം നിർമ്മാണത്തിലെ പ്രധാന ഘട്ടം പിന്നിട്ടു എന്ന് പറയാം. പുഴയുടെ ഇരുവശത്തും പാലം റോഡുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള കോൺക്രീറ്റ് പ്രവൃത്തികളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇത് പൂർത്തിയാവുന്നതോടെ മെയിൻ സ്ലാബ് വർക്കുകൾ തുടങ്ങും. വരുന്ന മഴക്കാലത്തിനു മുമ്പ് പാലം പണി പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. മുണ്ടൂർ തൂതാപാത നവീകരണത്തിന്റെ ഭാഗമായാണ് തൂതപ്പുഴയ്ക്ക് കുറുകെ പുതിയ പാലവും നിർമ്മിക്കുന്നത്. പുഴയിലെ വെള്ളം പൂർണ്ണമായും തടഞ്ഞു നിർത്തി ഓവുചാൽ വഴി കടത്തിവിട്ടാണ് നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നത്. 90 വർഷത്തിലേറെ പഴക്കമുണ്ട് തൂതയിൽ ഇപ്പോഴുള്ള പാലത്തിന്. വീതി കുറഞ്ഞ ഈ പാലത്തിന് പകരം പുതിയ പാലം വേണമെന്നത് ദീർഘകാലമായുള്ള ആളുകളുടെ ആവശ്യമായിരുന്നു. ഇതാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നത്. സാധാരണക്കാർക്ക് പലിശരഹിത വായ്പയിലൂടെ വീടും സ്ഥലവും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ബിൽഡർ 1 ഡെവലപ്പേഴ്സ് ആവിഷ്കരിച്ച 100 വീട് പദ്ധതിയുടെ തറക്കല്ലിടൽ വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിക്ക് ഒറ്റപ്പാലം വരോട് വെച്ച് നടക്കും. VK ശ്രീകണ്ഠൻ MP തറക്കല്ലിടൽ കർമ്മം നിർവഹിക്കുമെന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സാധാരണക്കാർക്കും സ്വന്തമായൊരു വീടെന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് പലിശരഹിത വായ്പയിലൂടെ വീടും സ്ഥലവും ലഭ്യമാക്കുന്ന പദ്ധതിക്കാണ് ഒറ്റപ്പാലം വരോട് തുടക്കം കുറിക്കുന്നത്. 90% വായ്പാ സൗകര്യത്തോടെയും 100 മാസത്തെ തിരിച്ചടവ് കാലാവധിയിലുമാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. സിബിൽ സ്കോർ മാനദണ്ഡമില്ലാതെ പലിശരഹിതമായി സാധാരണക്കാർക്ക് വീട് സ്വന്തമാക്കാൻ ഇതിലൂടെ അവസരം ലഭിക്കും. ജനുവരി 23 വെള്ളിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് വരോട് വെച്ച് നടക്കുന്ന ചടങ്ങിൽ പാലക്കാട് MP VK ശ്രീകണ്ഠൻ പദ്ധതിയുടെ തറക്കല്ലിടൽ കർമ്മം നിർവഹിക്കും. ഗ്രാമത്തിൽ വലിയൊരു പ്രൊജക്റ്റുമായിട്ട് ബിൽഡർ വന്ന് നാളെ 5 മണിക്ക് MP ശ്രീകണ്ഠൻ തറക്കല്ലിടൽ ചടങ്ങ് നടത്തുകയാണ്. ആ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് 100 കുടുംബങ്ങൾക്ക് ഒരു 100 വീട് പദ്ധതി എന്ന ഒരു മഹത്തായ ആശയം
കമ്പനി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ 100 വീട് എന്നുള്ളത് ഒരു സ്ഥലത്തായിട്ടല്ല, പാലക്കാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി വെല്ലപ്പുഴ, കൊപ്പം, ചെറുപ്പളശ്ശേരി, മാരായമംഗലം, അതിലൊരു പ്രദേശം നമ്മുടെ വരോടാണ്, ഒറ്റപ്പാലം വരോടാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. ചടങ്ങിൽ വെച്ച് പ്രാദേശിക പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളെ ആദരിക്കുന്നതോടൊപ്പം നിർധന കുടുംബങ്ങൾക്കായി നൽകുന്ന സൗജന്യ ഭൂമിക്ക് വേണ്ടിയുള്ള അപേക്ഷകൾ സ്വീകരിക്കുകയും ചെയ്യും. എല്ലാ വർഷത്തിലും പാവപ്പെട്ട ഒരാൾക്ക് സൗജന്യമായി ഒരു 5 സെന്റ് സ്ഥലം കൊടുക്കാൻ വേണ്ടി മണ്ഡലം പ്രസിഡന്റ് സൽമാൻ നൌഫൽ അധ്യക്ഷനായി. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് അഷ്റഫ് കാരക്കുളം, യൂത്ത് കോൺഗ്രസ് ഷൊർണൂർ നിയോജക മണ്ഡലം സെക്രട്ടറി നവദാസ് പാലഞ്ചേരി, പഞ്ചായത്ത് മെമ്പർ ടി.പി. അബു സാലിഹ്, രാജീവ് ഗാന്ധിനഗർ, വി.കെ. മുനീർ, ആഷിഖ് നാലകത്ത, മുഹമ്മദ് ബാപ്പു തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ പാലക്കാട് ജില്ലയിലുള്ള മുഴുവൻ വ്യക്തികളെയും നമ്മുടെ കർമ്മത്തിലേക്ക് സ്വാഗതം ചെയ്യും. 100 വീട് പദ്ധതിക്ക് പുറമെ ഓപ്പൺ ഓഡിറ്റോറിയം, ചിൽഡ്രൻസ് പാർക്ക്, വീക്കെൻഡ് വില്ലാസ് തുടങ്ങിയ പ്രോജക്റ്റുകളും കമ്പനി ആരംഭിക്കുമെന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾ അറിയിച്ചു. ബന്ധപ്പെട്ട് നമ്മുടെ വരോട് സൈറ്റിൽ നമ്മൾ വേറെയും 1-2 പ്രൊജക്റ്റുകളുണ്ട്. അതിൽ ഒരു ഓപ്പൺ ഓഡിറ്റോറിയം, അതുപോലെ തന്നെ ആംഫിയർ തിയേറ്റർ, പിന്നെ ഒരു ചിൽഡ്രൻസ് പാർക്ക്, അതുമായി ബന്ധപ്പെട്ടുള്ള ഹട്ടുകൾ, വീക്കെൻഡ് വില്ലാസ്, അങ്ങനത്തെ കുറേ പ്രൊജക്റ്റുകളുണ്ട്. എക്കോ ടൂറിസം മായി ബന്ധപ്പെട്ടിട്ടുള്ള അങ്ങനെ കുറേ പ്രൊജക്റ്റുകൾ നമ്മൾ അവിടെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ആദ്യ ഭാഗമായിട്ടാണ് നമ്മളിവിടെ ഈ വില്ലകളുടെ പ്രൊജക്റ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനോടനുബന്ധിച്ച് ഈ സൈറ്റിൽ നമ്മൾ 25 വില്ലകളാണ് ചെയ്യാൻ പോകുന്നത്. ഈ പദ്ധതിയുമായി 100 വീട് പദ്ധതിയുടെ 25 വില്ലകളാണ് നമ്മളിവിടെ വരോട് സൈറ്റിൽ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് നാളെ നിർവഹിക്കാൻ പോകുന്നത്. ബഹുമാനപ്പെട്ട പാലക്കാട് MP ഉണ്ട്, അതുപോലെ തന്നെ ഇവിടുത്തെ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ എല്ലാവരും ഇതിനോടനുബന്ധിച്ച് നമ്മുടെ ചടങ്ങിൽ ബന്ധപ്പെടുന്നുണ്ട്. കൂടാതെ നമ്മൾ അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിൽ പുതിയ ഭരണസമിതി അംഗങ്ങളെ ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടിയുണ്ട്. അതിനോടനുബന്ധിച്ച് കൂടാതെ ഈ 5 സെന്റ് ഭൂമി വിതരണം ചെയ്യുന്നതിൻ്റെ ആപ്ലിക്കേഷന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രാധാകൃഷ്ണൻ മാസ്റ്ററാണ് നിർവഹിക്കുന്നത്. KFDC ചെയർമാൻ P.K. റസാഖ് മൗലവി, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം വാജിദ് സഖാഫി, നാസർ മാലിക് എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും. സത്യൻ പെരുമ്പറക്കോട്, ദരീഷ് ബി, സുമേഷ് BJP, ഹംസ, പൗലോസ്, M. ജബ്ബാർ തുടങ്ങിയ വിവിധ രാഷ്ട്രീയ സാമൂഹിക നേതാക്കളും ചടങ്ങിൽ സംബന്ധിക്കും. ഒറ്റപ്പാലത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ ബിൽഡർ 1 മാനേജിംഗ് ഡയറക്ടർ സിറാജ്, പ്രോജക്ട് മാനേജർ KK സാജൻ, അസിസ്റ്റന്റ് മാനേജർ V. രമ്യ, മീഡിയ മാനേജർ EK അഫ്സദ് തുടങ്ങിയവർ പങ്കെടുത്തു. ജനപ്രതിനിധികൾക്ക് സ്വീകരണമൊരുക്കി ചെർപ്പളശ്ശേരി ഐഡിയൽ കോളേജ്. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും തമ്മിലുള്ള സഹകരണ സാധ്യതകളും ബന്ധവും ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ചെറുപ്പളശ്ശേരി ഐഡിയൽ കോളേജിന്റെ ആഭിമുഖ്യത്തിൽ സാരഥ്യം എന്ന പേരിലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾക്കായി സ്വീകരണവും സെമിനാറും സംഘടിപ്പിച്ചത്. ഐഡിയൽ ക്യാമ്പസ് ഓഫ് എഡ്യൂക്കേഷനിലെ കോർഡോപ്പ കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ ചെറുപ്പളശ്ശേരി നഗരസഭ, ആലിപ്പറമ്പ്, താഴേക്കോട്, നെല്ലായ, വല്ലപ്പുഴ, കുലുക്കല്ലൂർ, ചളവറ, അനങ്ങനടി, തൃക്കടീരി, വെള്ളിനേഴി, കടമ്പഴിപ്പുറം, ശ്രീകൃഷ്ണപുരം, കരിമ്പുഴ തുടങ്ങിയ ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധികളെ ആദരിച്ചു. ചടങ്ങ് ഐഡിയൽ കോളേജ് മാനേജർ അബ്ദുൾ മജീദ് മണ്ണിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ചളവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യ നിരന്തരമായി പ്രസംഗിച്ചുകൊണ്ടും പ്രസംഗങ്ങൾ കേട്ടുകൊണ്ടും വിഷയങ്ങൾ പഠിച്ചുകൊണ്ടും ഇരിക്കുന്ന ആളുകളാണ് ജനപ്രതിനിധികൾ. അതുകൊണ്ട് നിങ്ങൾക്കൊരു പ്രസംഗം ആവശ്യമില്ല എന്നത് 100% നമുക്ക് ബോധ്യമുള്ള കാര്യമാണ്. അപ്പൊ നമ്മളിങ്ങനെ ഒരു പരിപാടികളുടെ മെയിനായിട്ട് ഉദ്ദേശിച്ചത് മറ്റുള്ള പഞ്ചായത്തുകളിൽ നിന്ന് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികളിൽ നിന്ന് നമ്മുടെ നാട്ടിലെ, നമ്മുടെ പ്രദേശത്ത് നമുക്ക് എന്തൊക്കെ നമ്മുടെ അധികാര പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ജനങ്ങൾക്കും
സമൂഹത്തിനും ആവശ്യമുള്ള പുതിയ പുതിയ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു ഡിസ്കഷൻ. ഒരുപാട് സീനിയർ മെമ്പർമാർ ഇവിടെ ഉണ്ട്, ഈ വർഷം തിരഞ്ഞെടുക്കപ്പെട്ട ഒരുപാട് പുതിയ ആളുകളുണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടി കൂടുമ്പോൾ സീനിയേഴ്സിന് കുറെ സാങ്കേതികമായ പ്രയാസങ്ങളും അനുഭവങ്ങളും ജനങ്ങളുമായി ഇടപഴകിയതിന്റെ ഒരു നല്ലൊരു ഹിസ്റ്ററി അവരുടെ കയ്യിലുണ്ടാവും. ഐഡിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സൈനുൽ അബിദിൻ കെ അധ്യക്ഷത വഹിച്ചു. ഐഡിയൽ ക്യാമ്പസ് ഓഫ് എഡ്യൂക്കേഷൻ അക്കാഡമിക് കോർഡിനേറ്റർ മുഹമ്മദ് ഉനൈസ് പി, വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരും സംസാരിച്ചു. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും തമ്മിലുള്ള സഹകരണ സാധ്യതകൾ, ഗ്രാമീണ യുവജനങ്ങൾക്കുള്ള നൈപുണ്യ വികസനം എന്നീ വിഷയങ്ങളിൽ സെമിനാർ അവതരിപ്പിച്ചു. വല്ലപ്പുഴ ചെറുകോട് പുളിയക്കുരിശി വരാഹമൂർത്തി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം നടന്നു. 2 ദിവസങ്ങളിലായാണ് ചടങ്ങുകൾ നടന്നത്. അതിപുരാതന ക്ഷേത്രങ്ങളിലൊന്നാണ് ചെറുകോട് പുളിയക്കുരിശി വരാഹമൂർത്തി ക്ഷേത്രം. ജനുവരി 20, 21 തീയതികളിൽ വിവിധ പരിപാടികളോടെയാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചത്. ക്ഷേത്രം തന്ത്രി ശ്രീധരം ചുമരത്ത് ശ്രീധരൻ നമ്പൂതിരിപ്പാട് ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ജനുവരി 20 പ്രസാദശുദ്ധി, ഭൂവരാഹ പൂജ, ഭഗവത് സേവ, ലളിതാ സഹസ്രനാമ പാരായണം തുടങ്ങിയവയും 21 മഹാഗണപതി ഹോമം, വിഷ്ണു സഹസ്രനാമാർച്ചന, ഹരിനാമ കീർത്തനം, നവകം പഞ്ചഗവ്യം, 25 കലശാഭിഷേകം, പ്രസാദ ഊട്ട്, ചുറ്റുവിളക്ക് എന്നിവയും നടന്നു. വൈകിട്ട് നടന്ന കലാപരിപാടികളുടെ ഉദ്ഘാടനം മലബാർ ദേവസ്വം ബോർഡ് പാലക്കാട് ഏരിയ കമ്മിറ്റി ചെയർമാൻ എം ദണ്ഡപാണി മാസ്റ്റർ നിർവഹിച്ചു. ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ ആർ രത്മേഷ് അധ്യക്ഷനായി. ക്ഷേത്രം ഭാരവാഹികളും സംസാരിച്ചു. ഉപഹാരം നൽകുന്നതിനായിട്ട് സെക്രട്ടറി സവിതേച്ചി. നമ്മുടെ ക്ഷേത്രത്തിന്റെ ഊരാളന്മാരായിട്ടുള്ള എത്ര നന്ദി പറഞ്ഞാലും ഞങ്ങൾക്ക് മതിയാവുകയില്ല. വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. വ്യക്തികളെയും ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാ ഭക്തജനും എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്. അയ്യപ്പൻകാവിലെ നടപ്പന്തൽ, ഇതെല്ലാം പ്രവർത്തിച്ച എല്ലാ വ്യക്തികൾക്കും, അതുപോലെ മാതൃസമിതി അംഗങ്ങൾ, മാതൃസമിതി നമ്മുടെ ഈ വരാഹം നമുക്കെല്ലാം മാതൃക, നമ്മുടെ ചെയർമാനായ മലബാർ ദേവസ്വം ബോർഡ് പാലക്കാട് ഡിവിഷൻ വിശേഷിക്കേണ്ടത് നിങ്ങളോടാണ്. കാരണം മറ്റൊന്നുമല്ല, പക്ഷെ നിങ്ങൾക്ക് എന്തായാലും അറിയില്ല, പാലക്കാട് നിന്ന് ഇവിടെ എത്തിപ്പെടണമെങ്കിൽ റോഡിന്റെ ഒരവസ്ഥ, ബ്ലോക്കിൽ കുറച്ചു നേരം പെട്ടു. അതാണ് ആ ദേവൻ അനുഗ്രഹിക്കാതെ എത്തിപ്പെടാൻ കഴിയില്ല. നിരവധി ഭക്തരാണ് ചടങ്ങുകളിൽ പങ്കെടുക്കാൻ ക്ഷേത്രത്തിലെത്തിയത്. എന്റെ മനോഹരമേഘം കായാമ്പൂവിൽ വിമുക്തി പദ്ധതിയുടെ ഭാഗമായി പട്ടാമ്പിയിൽ കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് പ്രോഗ്രാം സംഘടിപ്പിച്ചു. ഗവൺമെൻറ് കോളേജിൽ വെച്ചായിരുന്നു പരിപാടി. റാലിയും ഉണ്ടായി.
മേലെ പട്ടാമ്പി ചെറുപ്പളശ്ശേരി ജംഗ്ഷനിൽ നിന്നും ലഹരിവിരുദ്ധ സന്ദേശ റാലിയോടെയാണ് പരിപാടിക്ക് തുടക്കം കുറിച്ചത്. ജില്ലാ വിമുക്തി മാനേജറും അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണറുമായ എസ് സജീവ് ഫ്ലാഗ് ഓഫ് നിർവഹിച്ചു. ലഹരി എന്ന വിപത്തിനെതിരെ സമൂഹത്തെ സജ്ജമാക്കുന്നതിനും സുരക്ഷിതമായ ഒരു ഭാവി തലമുറയെ വാർത്തെടുക്കുന്നതിനുമാണ് എക്സൈസ് വിമുക്തി മിഷൻ നടപ്പാക്കി വരുന്നത്. ഇതിന്റെ ഭാഗമായാണ് പട്ടാമ്പി മണ്ഡലം തല കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് പരിപാടി സംഘടിപ്പിച്ചത്. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ ടി.പി. ഷാജി ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ.പി. രാംദാസ് അധ്യക്ഷനായി. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ. മണികണ്ഠൻ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പ്രിൻസിപ്പൽ ഡോക്ടർ രശ്മി, അഡ്വക്കേറ്റ് വി. രാജേഷ്, എം. വി. മോഹനൻ, സഫ നിസാർ, ഹരിനന്ദൻ, എക്സൈസ് ഇൻസ്പെക്ടർ എച്ച്. വിനു തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ മറ്റു പല സംസ്ഥാനങ്ങളിലും ഇത്തരം ലഹരികൾ എത്തിപ്പെട്ടു എന്നാണ് നമ്മളൊക്കെ പത്രദൃശ്യ മാധ്യമങ്ങളിലൂടെ നമ്മളൊക്കെ നോക്കിക്കണ്ടത്. എന്നാൽ ഇന്ന് നമ്മുടെ സംസ്ഥാനത്തേക്ക് മാത്രമല്ല, നമ്മൾ താമസിക്കുന്ന വീടുകളിലേക്ക് വരെ ഇത്തരം ലഹരികൾ എത്തിയത് നമ്മളെ ഏവരെയും ഞെട്ടിപ്പിക്കുന്നതും ചിന്തിപ്പിക്കുന്നതുമാണ്. ഒരു കാര്യം നമ്മൾ ശ്രദ്ധയോടെ കാണേണ്ടത്, മദ്യമല്ലാത്ത മറ്റുള്ള ലഹരികളൊക്കെ തന്നെ, ലഹരി വസ്തുക്കളൊക്കെ തന്നെ മണിക്കൂറുകൾക്കകം നമുക്ക് എത്തുന്ന രീതിയിലാണ് ഇതിന്റെ ഒരു ശൃംഖല കേരളത്തിലുടനീളം വ്യാപിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇരിക്കുന്ന പ്രദേശത്ത് ഉൾപ്പെടെ ഇതിന്റെ വാഹകരായ നിരവധി ആളുകളുണ്ട്, ഇതിന്റെ വിൽപ്പനക്കാരായ നിരവധി ആളുകളുണ്ട് എന്നുള്ളതാണ്. അതിൽ വിദ്യാർത്ഥികളുണ്ട്, ചെറുപ്പക്കാരായ ആളുകളുണ്ട്, മറ്റു പല ആളുകളുണ്ട്. അപ്പൊ അത് സമൂഹത്തിൽ നിന്ന് എന്നേക്കുമായി തുടച്ചു കളയുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് കേരള സർക്കാർ ഇത്തരം പദ്ധതികളൊക്കെ രൂപം നൽകുന്നത്. ഒരു ചെറിയ ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. പഴയലക്കിടി ഗവൺമെൻറ് സീനിയർ ബേസിക് സ്കൂളിലെ സ്മാർട്ട് റൂമിൻ്റെയും സൗജന്യ സൈക്കിൾ വിതരണത്തിൻ്റെയും ഉദ്ഘാടനം നടന്നു. RBO റീജിയണൽ മാനേജർ MS സതീഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. SBIയുടെ CSR ആക്ടിവിറ്റി 2025-26 പദ്ധതിയുടെ ഭാഗമായി ഗവൺമെന്റ് സീനിയർ ബേസിക് സ്കൂളിലേക്ക് അനുവദിച്ചു കിട്ടിയ സ്മാർട്ട് റൂമിൻ്റെയും 10 പെൺകുട്ടികൾക്കുള്ള സൗജന്യ സൈക്കിൾ വിതരണത്തിൻ്റെയും ഉദ്ഘാടനമാണ് നടന്നത്. RBO റീജിയണൽ മാനേജർ MS സതീഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. പിന്നെ ഇവിടെ സന്നിധരായിട്ടുള്ള PTA പ്രസിഡന്റ്, പിന്നെ AO സാർ, പിന്നെ കുറച്ചുപേര് പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നുള്ള കുറച്ച് പേര് ആക്സസ് ഉണ്ട്. അവരുടെ പേര് പറയുന്നു. പിന്നെ നമ്മുടെ ബ്രാഞ്ച് മാനേജർ നിജേഷ്, ജയശങ്കർ, ശ്രീജിത്ത്, ജയരാജ്, ടാങ്കിന്റെ പിന്നെ PC സലാം, പിന്നെ PTA പ്രസിഡന്റ് റുബീന, പ്രിയപ്പെട്ട കുട്ടികളെ, അധ്യാപകരെ. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു, കഴിഞ്ഞ ആഴ്ച ഞാൻ പട്ടാമ്പി MBS സ്കൂളിൽ പോയിരുന്നു. അപ്പൊ അവിടുത്തെ PTA ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അവിടെ ഒരു സ്വിമ്മിംഗ് പൂളിന്റെ പരിപാടിയാണ് അവരവിടെ തുടങ്ങാൻ പോകുന്നത്. സ്കൂൾ PTA പ്രസിഡന്റ് K. ഫൈസൽ അധ്യക്ഷനായി. സ്കൂൾ ഹെഡ് മിസ്ട്രസ് AR നിഷ, AEO P. അബ്ദുൽ ഖാദർ, SMC ചെയർമാൻ PC സലാം, MPTA പ്രസിഡന്റ് റുബീന, മുതിർന്ന അധ്യാപിക KA ഷീജ തുടങ്ങിയവരും പങ്കെടുത്തു. പെരിന്തൽമണ്ണ പെർഫെക്റ്റ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സംഘടിപ്പിച്ച അറബിക് ഡേ സെലിബ്രേഷൻ വർണ്ണാഭമായി. വിദ്യാർത്ഥികൾ ഒരുക്കിയ എക്സിബിഷൻ വേറിട്ടതായി. പെരിന്തൽമണ്ണ പട്ടിക്കാട് പെർഫെക്റ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന് കീഴിൽ പ്രവർത്തിക്കുന്ന പെർഫെക്റ്റ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് അറബി ഭാഷാ ദിനാചരണം വ്യത്യസ്തമായ പരിപാടികളോടെ സംഘടിപ്പിച്ചത്. വ്യാഴാഴ്ച രാവിലെ മുതൽ കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബ്ദുൾ മജീദ് ഉദ്ഘാടനം ചെയ്തു. അറബി ഭാഷാ ദിനാചരണത്തിന്റെ ഭാഗമായി അധ്യാപക വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ മാഗസീനുകളുടെ പ്രകാശനം പെർഫെക്റ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാനേജിംഗ് ഡയറക്ടർ K. ഉസ്മാനും വിദ്യാഭ്യാസ പ്രദർശനത്തിന്റെ ഉദ്ഘാടനം പ്രിൻസിപ്പൽ ഡോക്ടർ അഷ്റഫ് ആലുങ്കലും നിർവഹിച്ചു.
മലപ്പുറം ജില്ലാ മുസ്ലിം എഡ്യൂക്കേഷൻ ഇൻസ്പെക്ടർ ഷൗക്കത്ത് അലി മുഖ്യാതിഥിയായി. PTA പ്രസിഡന്റ് മുഹമ്മദ് അലി മിഷ്കാത്തി അധ്യക്ഷത വഹിച്ചു. അധ്യാപകരായ വിനോദ്, ഹമീദ്, ഹസാനത്ത്, ശില്പ, വിദ്യാർത്ഥികളായ മുഹമ്മദ് ജാസിൽ, നാസിമ സുൽത്താന, സുനീർ A, മുഹമ്മദ് സിനാൻ, മുഹമ്മദ് മുർഷിദ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ ജനുവരി 23 മുതൽ 26 വരെ വമ്പൻ ഓഫറുകൾ. മലപ്പുറം ഷോപ്പിംഗ് പെരുന്നാൾ എന്ന പേരിൽ നെസ്റ്റോയുടെ തിരൂർ, കോട്ടയ്ക്കൽ, പെരിന്തൽമണ്ണ ഷോറൂമുകളിലാണ് ഈ ഓഫർ. 5,977 രൂപയ്ക്ക് 32 ഇഞ്ച് സ്മാർട്ട് LED TV, 259 രൂപയ്ക്ക് 5 കിലോ KK സ്റ്റീം പുട്ടുപൊടി, 5 കിലോ റൈസ് പൗഡർ, 289 രൂപയ്ക്ക് 500 ml മിൽമ നെയ്യ്, 199 രൂപയ്ക്ക് 5 കിലോ ചക്കി ഫ്രഷ് ആട്ട, 114 രൂപയ്ക്ക് 1/2 കിലോ കണ്ണൻ ദേവൻ സ്ട്രോങ് ചായപ്പൊടി, 229 രൂപയ്ക്ക് 900 ml ഞോട വെളിച്ചെണ്ണ പൗച്ച്, 99 രൂപയ്ക്ക് 4 കിലോ ഡിറ്റർജന്റ് പൗഡർ, 189 രൂപയ്ക്ക് 400 ഗ്രാം ഡ്രീം കേക്ക്, 239 രൂപയ്ക്ക് 5 കിലോ ലിക്വിഡ് ഡിറ്റർജന്റ് തുടങ്ങി എല്ലാ സെഷനുകളിലും വമ്പിച്ച ഓഫറുകളുമായിട്ടാണ് നെസ്റ്റോ ഇത്തവണ എത്തുന്നത്. ഗ്രോസറി, ക്രോക്കറി, ഫുഡ് ഐറ്റംസ്, ബേക്കറി, ഫ്രഷ് മീറ്റ്, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, നെസ്റ്റോ ഫാഷൻ, ഇലക്ട്രോണിക്സ് തുടങ്ങിയവയിലെല്ലാം വമ്പൻ വിലക്കുറവാണ് നെസ്റ്റോ ഒരുക്കിയിട്ടുള്ളത്. കൂടാതെ നെസ്റ്റോ സൂപ്പർ മാർക്കറ്റ് സെഷനിൽ നിന്ന് 1999 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്നവർക്ക് 5 കിലോ പഞ്ചസാര 99 രൂപയ്ക്കും ലഭ്യമാകും. കൂടാതെ മറ്റനേകം കോംബോ ഓഫറുകളും. ഗൃഹോപകരണങ്ങൾക്കും ഇലക്ട്രോണിക്സിനും നോ കോസ്റ്റ് EMI സൗകര്യവും നെസ്റ്റോയിൽ ലഭ്യമാണ്. ഈ വരുന്ന വെള്ളി, ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങൾ 23 മുതൽ 26 വരെയാണ് മലപ്പുറം ഷോപ്പിംഗ് പെരുന്നാൾ ഓഫർ നെസ്റ്റോ ഒരുക്കിയിട്ടുള്ളത്. മലപ്പുറം ജില്ലയിലുള്ള എല്ലാ ഹൈപ്പർ മാർക്കറ്റിലും ഈ ഒരു ഓഫർ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ പെരിന്തൽമണ്ണ നെസ്റ്റോയിൽ വിശാലമായ പാർക്കിംഗ്, നിത്യോപയോഗ സാധനങ്ങൾക്ക് പുറമെ ഹോം അപ്ലയൻസ്, ഇലക്ട്രോണിക്സ്, ലൈഫ് സ്റ്റൈൽ വിഭാഗങ്ങൾക്ക് അതിഗംഭീര ഓഫറാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. കസ്റ്റമർക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഷോപ്പിംഗ് ആഘോഷമാക്കാൻ പറ്റിയൊരു അവസരമാണ്. അപ്പോൾ എല്ലാ കസ്റ്റമർക്കും ഈ ഒരു ഷോപ്പിംഗ് ആഘോഷമാക്കും. ഷോർട്ട് ന്യൂസ്. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ മണ്ണാർക്കാട് മേഖല വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എൻ ഷംസുദ്ദീൻ MLA നിവേദനം നൽകി. സർക്കാർ അംഗീകൃത തിരിച്ചറിയൽ കാർഡ് അനുവദിക്കുക, 55 വയസ്സിൽ ക്ഷേമനിധി അംഗമാകുന്നവരെ കൂടി പെൻഷൻ പരിധിയിൽ ഉൾപ്പെടുത്തുക, നൈപുണ്യമില്ലാത്തവർ ഫോട്ടോ എടുക്കുന്ന വിവിധ ജനസേവന കേന്ദ്രങ്ങൾ, സ്കൂൾ അധ്യാപകർ എന്നിവരെ തടയുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നിവേദനം നൽകിയത്. മണ്ണാർക്കാട് മേഖലാ പ്രസിഡന്റ് മണികണ്ഠൻ മുളയൻകാവ്, സെക്രട്ടറി സുജിത് പുലാപ്പറ്റ, ജില്ലാ കമ്മിറ്റി അംഗം ഷിജോഷ് മെഴുകുംപാറ, മണ്ണാർക്കാട് യൂണിറ്റ് പ്രസിഡന്റ് അനുപമ രാധാകൃഷ്ണൻ എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. സർവകലാശാല അംഗീകാരത്തോടെ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി മേഖലയിൽ ഒരു കോഴ്സുകൾ ആരംഭിക്കാനുള്ള ഒരു അംഗീകൃത അവകാശം ഞങ്ങളുടെ സംഘടനയ്ക്ക് തരണമെന്നാണ് സർക്കാരിനോട് ഇതിന്റെ ഭാഗമായി അഭ്യർത്ഥിക്കാനുള്ളത്. പ്രസിഡന്റ് പറഞ്ഞതുപോലെ നമ്മുടെ ആവശ്യങ്ങൾ, വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് MLA നിവേദനം കൊടുത്തതിനൊപ്പം പല ആവശ്യങ്ങൾ, ഏകദേശം 6ഓളം ആവശ്യങ്ങൾ സംസ്ഥാന കമ്മിറ്റി നമുക്ക് നിർദ്ദേശം തന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പല ആവശ്യങ്ങൾക്കൊപ്പം തന്നെയുള്ളതാണ് അംഗീകൃത തിരിച്ചറിയൽ കാർഡ്. സർക്കാർ അംഗീകൃത തിരിച്ചറിയൽ കാർഡ് ഫോട്ടോഗ്രാഫർമാർക്ക് നിർബന്ധമായും നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു നിർദ്ദേശം നമ്മൾ അതിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ഷേമനിധിയുടെ കാര്യത്തിൽ ക്ഷേമനിധിയിൽ 55 വയസ്സ് വരെ ക്ഷേമനിധി എടുക്കാം എന്നുള്ളതാണ് സർക്കാർ നിയമം. അത് പ്രകാരം നമ്മൾ 55ാമത്തെ വയസ്സിൽ ചില ആളുകൾ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ, ക്ഷേമനിധിയിൽ അംഗമായി കഴിഞ്ഞാൽ അവർക്ക് 10 വർഷം അടയ്ക്കാൻ പറ്റാത്ത, 60 വയസ്സാണ് അതിന്റെ പരിമിതി എന്നുള്ളത് കൊണ്ട് 10 വർഷം കൊണ്ട് അടയ്ക്കാൻ പറ്റിയില്ല എന്നുള്ള കാരണങ്ങൾ കൊണ്ട് അവർക്ക് പെൻഷൻ നിഷേധിക്കുന്ന അവസരം ഉണ്ടായിട്ടുണ്ട്. ആ നിഷേധിക്കുന്ന ആ ഒരു നിയമം അത് പുനഃപരിശോധിക്കണം. എല്ലാ അംഗങ്ങൾക്കും, ക്ഷേമനിധിയിൽ ചേരുന്ന അംഗങ്ങൾക്ക് എല്ലാവർക്കും പെൻഷൻ കിട്ടുന്ന തരത്തിലേക്ക് കൈകാര്യം ചെയ്യണം എന്നുള്ള ആവശ്യമാണ് പ്രധാനമായിട്ട്. കല്ലടിക്കോട് കോണിക്കഴി സത്രംകാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഗുരുതി പൂജ വിവിധ പരിപാടികളോടെ നടന്നു. ക്ഷേത്രം മേൽശാന്തി കുളങ്ങര ഭാസ്കരൻ നായർ, കുളങ്ങര ശ്രീകുമാർ എന്നിവരുടെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. രാവിലെ മുതൽ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ ഉണ്ടായി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എല്ലാ വർഗീയതയെയും കേരളത്തിൽ ശക്തിപ്പെടുത്താനുള്ള ശ്രമമാണ് കോൺഗ്രസ് നടത്തുന്നതെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ. സാമൂഹിക അന്തരീക്ഷം തകർക്കാനും ഇടതു സർക്കാരിന്റെ ഭരണ തുടർച്ച ഒഴിവാക്കുകയുമാണ് ഇതിന്റെ ലക്ഷ്യമെന്നും A. വിജയരാഘവൻ. +1 വിദ്യാർത്ഥിനിയെ ഹോസ്റ്റൽ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ഒറ്റപ്പാലം വരോട് സ്വദേശിനി രുദ്ര രാജേഷാണ് മരിച്ചത്. കല്ലേക്കാട് വ്യാസ വിദ്യാപീഠം സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്നു.
സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് ബന്ധുക്കൾ രംഗത്ത്. പട്ടാമ്പി ശങ്കരമംഗലത്ത് വാഹനാപകടം. KSRTC ബസ് ബൈക്കിലിടിച്ച ബൈക്ക് യാത്രികൻ മരിച്ചു. കൊപ്പം മണ്ണേങ്ങോട് സ്വദേശി മുഹമ്മദ് റാഫിയാണ് മരിച്ചത്. വാണിയംകുളം കോതകുറിശി റോഡിന്റെ നവീകരണം പൂർത്തിയാക്കാത്തതിൽ പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് വഴിതടയൽ സമരം നടത്തി. റോഡിന്റെ നവീകരണം ആരംഭിച്ചത് 2018. കോഴിക്കച്ചവട ലോബിയുടെ കൃത്രിമ വിലക്കയറ്റം കാരണം ഹോട്ടൽ മേഖല പ്രതിസന്ധിയിലെന്ന കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ. വിലക്കയറ്റം നിയന്ത്രിക്കാൻ സർക്കാരും രാഷ്ട്രീയ കക്ഷികളും ഇടപെടണമെന്നും അസോസിയേഷൻ നേതാക്കൾ. സമുദായങ്ങൾ തമ്മിലെ ഐക്യം സ്വാഗതാർഹമെന്ന് MES പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ. മുഖ്യമന്ത്രിയെ സമുദായ സംഘടനകൾ തീരുമാനിക്കേണ്ടെന്നും ഫസൽ ഗഫൂർ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.